ഹായ് ഗായ്സ്, ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ആളുടെ ബർത്ത്ഡേ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ്. ഒരു 5-6 ഫോട്ടോ എടുക്കണം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ശരിക്കും ബേസിക് ആയിട്ട് ഒരാൾക്ക് തോന്നേണ്ട ചെറിയ ഒരു ആഗ്രഹം. പക്ഷെ ആള് കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും പ്രോപ്പറായിട്ട് നമ്മളോട് സംസാരിച്ചത് ഫലിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ പറഞ്ഞു, നീ നിന്ന് തന്നാൽ മതി, ഞങ്ങൾ എടുത്തോളാന്ന്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ്. ഈ ചെറിയ പ്രായത്തിൽ അവൻ എങ്ങനെയാ പറയുക, ചേച്ചി കുറച്ച് ഫോട്ടോസ് എടുത്തതാ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എടുത്തു കൊടുക്കാം. കാരണം 10 വയസ്സോ അല്ലെങ്കിൽ കുറച്ചും കൂടി ആകുമ്പോൾ ഇവൻ തന്നെ ചോദിക്കും, ഞാൻ ഇതോ ഇങ്ങനെ അങ്ങ് വന്നതാണോ, എൻ്റെ 1 വയസ്സിൻ്റെ ഫോട്ടോസൊക്കെ എവിടെയെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുൻകൂട്ടി ചെയ്തൊരു ഐഡിയ ആണിത്. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ തീരുമാനിച്ചു. ഈ ചിരിയൊക്കെ ഇപ്പോൾ അങ്ങോട്ട് കറക്കും, ഇതൊന്നും പിന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ഈ വീട്ടിൽ വെച്ച് മാത്രം കണ്ട കുറച്ച് ചിരികളും കുറച്ച് നല്ല നല്ല മുഖങ്ങളുമാണ്. പിന്നെ അവൻ്റെ ഫോട്ടോ സെക്ഷനാണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുങ്ങി കുറച്ച് ഷോ കാണിക്കാൻ പറ്റിയൊരു സെക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കുറച്ച് ഷോ, ഡ്രസ് ചെക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഷോയിൽ കുറച്ച് കോമ്പീറ്റ് ചെയ്യാനും ഞാൻ കുറച്ച് ഏറി കയറാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ കസിൻ. അവളും ഞാനും ഏകദേശം സെയിം വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാട്ട് പാടുന്നത് ഭയങ്കര ഫാനാണ്. ഏത് പാട്ടാന്ന് പോലും എല്ലാം വന്നിരുന്നോളും. ഇതാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലം. കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതായത് നമ്മുടെ കസിൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ചിട്ട് ചെറിയൊരു പാർക്കുണ്ട്, പുതുതായിട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അവിടെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുവരെയൊക്കെ വളരെ നന്നായിട്ടാണ് പോയത്. അവിടെ വെച്ച് കണ്ട കുറച്ച് പിള്ളേരാണ്. എന്നെ അറിയാമോയെന്ന് ചോദിച്ചപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് ചേച്ചി അറിയത്തില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ യൂട്യൂബറാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നത്. പക്ഷേ ഞാൻ ചമ്മിപ്പോയി. പാവം പിള്ളേർ, പേടിപ്പിക്കാതെ ഞാൻ വിട്ടു. പിന്നെ നമ്മൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തു. കാരണം ഇവൻ ഒട്ടും തന്നെ സഹകരിക്കുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു കാണാൻ ഇച്ചിരി ഭംഗിയെങ്കിലും ഉണ്ടായി ചിലപ്പോൾ സഹകരിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ കേക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ അവൻ അങ്ങോട്ടിരുത്തി അങ്ങനെ നിൽക്കുമെന്ന് കാണുന്ന പിള്ളേർക്കും ഒരു ഇതായിരുന്നു. കാരണം സൂവിൽ വന്ന ഒരു ഇതായിരുന്നു. ഞങ്ങളെല്ലാവരും എന്തൊക്കെയോ കോലാഹലം കാണിക്കുന്നതിന് അവർ മറ്റേ സിംഹത്തിനെയും പുലിനെയും കാണാൻ വന്നാണ് കെത്തി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലം മാറ്റി, ഇവൻ്റെ മൂടൊന്ന് ശരിയാക്കണമല്ലോ, അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ മാറ്റി നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇതെന്താ അനങ്ങുന്നുണ്ട്. ഒന്നും പോരാഞ്ഞിട്ട് അവിടെ ഒരു പയ്യനെ വിളിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വരെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിഷ്കളങ്കമായിട്ട് അവൻ ചേച്ചിയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യ വേണ്ട, വെറുതെ നിന്നാൽ മതി. ഊഞ്ഞാലിരുത്തിയതേ ഓർമ്മയുള്ളൂ, കരച്ചിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. അങ്ങനെ നമ്മളിത് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് അത് എങ്ങനെയോ കിട്ടി. ഇതാണ് ശരിക്കും എന്നെ ഞെട്ടിച്ചത്. ചേച്ചിയുടെ സ്വന്തം കല്യാണത്തിന് 2 സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞപ്പോൾ വലിയ കാര്യത്തിൽ ദേഹം അനങ്ങിയുള്ള ഒരു പണി എനിക്ക് വയ്യടി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഓർമ്മ വേണം. അവസാനം അർച്ചന അത് നടത്തി. എത്ര കരഞ്ഞാലും വേണ്ടില്ല, ഞാൻ കേക്ക് മുറിച്ചിട്ടേ അടങ്ങോളെന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഇട്ട് കരയിപ്പിച്ച് എന്നെ ഒന്ന് വിട്ട് താടിയെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പാവം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ കരഞ്ഞതിനുള്ള ഒരു പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. പിന്നെ ഇത് കേക്ക് കുറച്ച് നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ക്രിസ്മസ് പരിപാടിയായിരുന്നു, അങ്ങനെ പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറ്റിപ്പാട്ടോ. എല്ലാവരും കൂടി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് അതെടുത്ത് കഴിച്ചു നോക്കുന്നു. തൊട്ടപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നക്കി നോക്കി, അപ്പോൾ ഒന്നുമില്ല. ശരിക്കും അവർ ഷോയ്ക്ക് വെച്ചിരുന്നത്. ഞാൻ ചില മുത്തൊക്കെ ഇങ്ങനെ കടിക്കാൻ പറ്റും, കഴിച്ച് ഇതാക്കാൻ പറ്റും എന്നുള്ള. ഓരോ മുത്തെടുക്കുമ്പോൾ ഉള്ളിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് ചിലപ്പോൾ മധുരമുള്ള സാധനമായിരിക്കാം. പക്ഷേ ഒന്നുമല്ല. അവസാനം ഇത് എടുത്ത് കളയേണ്ടി വന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്, തൊട്ടടുത്താന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ ചെന്ന് മാമനെ കണ്ടപ്പം അവൻ സെറ്റായി. അവൻ്റെ മാമനെ കണ്ടപ്പോൾ അവൻ സെറ്റായി. ഞങ്ങളൊക്കെ ഇങ്ങനെ കളിയാക്കൊണ്ടത് ഇവൻ ആരെയാണ് കളിയാക്കുന്നതെന്നുള്ള രീതിയിലാണ് അവൻ്റെ മൈൻഡ് സെറ്റ്. പിന്നെ ഒരു ബലൂൺ ബാക്കി വന്ന് ഞാൻ ഒരു കൊച്ചിന് കൊടുത്തു. അത് പിന്നെ നന്മയുള്ള കേരളമേ ആവാൻ നോക്കിയതാണ്. പിന്നെ പിള്ളേരുമായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമല്ലോ, മെയിനായിട്ട് എൻ്റെ വീട്ടിൽ. കാരണം ഒരു 2-2.5 മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചേ. അപ്പോൾ ശരിക്കും ഇത് കിട്ടാൻ യോഗ്യതയുള്ള ആൾക്കാർ ഞാനും എൻ്റെ ചേച്ചിയും ഒക്കെയാണ്. ഇവരൊക്കെ 2ാം സ്ഥാനത്തേ വരുള്ളൂ. അതുകൊണ്ട് അവൾ കേക്ക് തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു.